ധീരയാണ് കെ രമ. വിശ്വാസധീരയായ ജനനേതാവ്. ഭർത്താവിന്റെ കൊലയാളികളെ പരമാവധി ശിക്ഷിക്കണമെന്നല്ലാതെ അവരെ തൂക്കിക്കൊല്ലണമെന്ന വാദം തനിക്കില്ലെന്ന് RMP നേതാവായിരുന്ന TP ചന്ദ്രശേഖരന്റെ വിധവ കെ രമയുടെ അത്യസാധാരണമായ നിലപാട് അവരുടെ വിശ്വാസധീരതയുടെ അടയാളമാണ്. ഏതളവിൽ വീക്ഷിച്ചാലും അതവരെ ഏറെ ഉന്നതയാക്കുന്നു. രക്തമല്ല നീതിയാണ് വേണ്ടത് എന്ന അവളുടെ നിലപാട് അവളെ വേറെ ലെവലിൽ എത്തിക്കുന്ന പോരാളിയാക്കുന്നു. പാർട്ടി മാറിയ സഖാവിനെ 51 വെട്ടുകളിലൂടെ പൈശാചികമായി ഇല്ലാതാക്കിയ അദ്ദേഹത്തിന്റെ മുഖം പോലും വീട്ടുകാർക്ക് പോലും മനസ്സിലാകാത്ത വിധം ഭീകരമാക്കണമെന്ന് തീരുമാനിച്ച് നിഷ്ഠൂരമായി പ്രവർത്തിച്ച കാപാലികർക്കോ അവരെ ഉപയോഗിക്കുന്ന അണിയറയിലെ കാട്ടാളന്മാർക്കോ മാത്രമല്ല, നിയമാനുസൃതമായാലും കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നാണ് നീതി എന്ന് ധരിക്കുന്നവർക്കും ചിന്തിക്കാൻ പോലും ആവാത്ത ധീരത. ജീവൻ അതിന്റെ ഉത്ഭവം മുതൽ സ്വാഭാവിക അന്ത്യം വരെ കാത്തു പരിപാലിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്നവർക്കെങ്കിലും മറക്കാനാവാത്ത ധീരത. കീഴ്ക്കോടതി വിധിക്കെതിരെ പോരാടി പ്രതികൾക്കുള്ള ശിക്ഷ ഇരട്ടിയാക്കുമ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള പ്രതികളെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടം തുടരുവാൻ തുനിയുന്ന ഒരു ധീര പോരാളിയാണവർ. വിശ്വാസദാർഢ്യമുള്ള പോരാളി. അവരാണ് ഭർത്താവിന്റെ ഘാതകരോടും അവരെ അണിയിച്ചൊരുക്കി വിട്ടവരോടും ഇത്രയും കരുണ കാണിക്കുന്നത്. വ്യക്തിപരമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഇത്രയും പൈശാചികമായ കൊല നടത്തിയവർ വധശിക്ഷ അർഹിക്കുന്നില്ലേ എന്ന് ഒരവസരത്തിൽ കോടതി പോലും ചോദിച്ചപ്പോഴും കർശനമായ ശിക്ഷ എന്നല്ലാതെ അവരുടെ അഭിഭാഷകൻ പ്രോസിക്യൂഷനോടൊപ്പം പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് വാദിച്ചില്ല. കാലം ചന്ദ്രശേഖരനെയും രമയെയും എല്ലാം മറന്ന് കടന്നുപോയാലും ജീവനോടുള്ള ഈ ഉന്നത സമീപനത്തിന്റെ പേരിൽ ഓഞ്ചിയത്തെ ഈ സാധാരണക്കാരി കാലത്തിന്റെ നാളാഗമത്തിൽ പുണ്യസ്മരണയിൽ നിലനിൽക്കും. തൂക്കുകയർ വേണമെന്ന നിലപാട് ഒരിക്കലും എനിക്കുണ്ടായിരുന്നില്ല. മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതിനെതിരെയാണ് എന്റെ പോരാട്ടം. അതിനാൽ കൊലക്കയർ വേണ്ട. പ്രതികൾ ജയിലിൽ നിന്നും പുറത്തു വരാത്ത പരമാവധി ശിക്ഷ, അതിനായിട്ടാണ് പോരാട്ടം. 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് അനുവദിക്കരുതെന്ന പ്രത്യേക നിബന്ധനയോടെ ഉണ്ടായ വിധി പ്രഖ്യാപനത്തിന് ശേഷം അവർ പറഞ്ഞു. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഇരട്ടിപ്പിച്ച ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഏഷ്യനെറ്റിൽ നടന്ന ചാനൽ സംവാദത്തിൽ പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോഴും രമയുടെ അഭിഭാഷകൻ എന്തേ ഇത്തരം ഒരാവശ്യം കോടതിയിൽ ഉന്നയിച്ചില്ല എന്ന ആങ്കറുടെ ചോദ്യത്തിന് മറുപടിയായി അവർ ചോദിച്ചു, ഒരു ജീവൻ ഇല്ലാതാക്കിയതിനെതിരെ പോരാടുന്ന ഞാൻ എങ്ങനെ ഒരു ജീവൻ ഇല്ലാതാക്കാൻ ആവശ്യപ്പെടും? മനുഷ്യജീവന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു സ്ത്രീക്ക് മാത്രം പറയാവുന്ന വാക്കുകൾ. ഹൈക്കോടതി കൊടുത്ത ഇരട്ട ജീവപര്യന്തം വർദ്ധിപ്പിക്കുന്ന ആവശ്യവുമായും കോടതി പറഞ്ഞ ലാർജർ കോൺസ്പിറൻസിയെ കുറിച്ച് CBI അന്വേഷിക്കുവാൻ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് പ്രഖ്യാപിച്ച ധീര പോരാളിയാണ് ഈ സമീപനം എടുക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ നെട്ടോട്ടമൂടിയ കാലത്ത് പ്രതികളുടെ ആൾക്കാരാൽ വല്ലാതെ നിന്ദിക്കപ്പെടുകയും പലവിധത്തിൽ ആക്രമിക്കപ്പെടുകയും ചെയ്തവരാണവർ. എന്നിട്ടും അവർ പറഞ്ഞു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് കൊലയാളികളെ നിരുന്മേഷകരാക്കുവാൻ പരമാവധി ശിക്ഷ എന്നല്ലാതെ ഞാൻ ഒരിക്കലും ആരുടെയും ജീവന് വേണ്ടി മുറവിളി കൂട്ടില്ല എന്ന് അവൾ ആവർത്തിച്ചു പറയുന്നു. സംസ്ഥാന ഭരണമുള്ള പാർട്ടിയും രാമൻ പിള്ളയെയും വിജയഭാനുവിനെയും പോലെയുള്ള അഭിഭാഷകരും ഉണ്ടെങ്കിലും രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവർക്ക് എപ്പോഴും നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്നും ചെയ്യുന്ന ഭീകര പ്രവർത്തനത്തിന് കണക്ക് പറയേണ്ടി വരുമെന്നും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും തെളിയിച്ച ഹൈക്കോടതി വിധി ഉണ്ടാക്കിയ കടുത്ത പ്രഹരം പോലെ രമയുടെ ഈ സമീപനവും വാടക കൊലയാളികളെ ഏർപ്പെടുത്തി പോലും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് മടിയില്ലാത്തവരെന്ന് തെളിഞ്ഞ കാപാലികർക്ക് മറുവാദം ഉന്നയിക്കാൻ പോലും ഇല്ലാത്ത ആഘാതമാവും. മനുഷ്യസ്നേഹത്തിന്റെ മഹാഗാഥയാണ് കമ്മ്യൂണിസം എന്ന് പറയുകയും എതിരാളികളെ പൈശാചികമായി കൊന്ന് ആ ഗാഥയുടെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ ഒരിക്കൽ കൂടി സമൂഹത്തിൽ നഗ്നരായി നിൽക്കുന്നു. അവരുടെ ആഹ്വാനവും അവർ പറയുന്ന ആവേശവും ഏറ്റുവാങ്ങി എതിരാളിയെ പൈശാചികമായി കൊന്ന് കൊലവിളിച്ചവർ തങ്ങൾക്ക് വൃദ്ധയായ അമ്മയുണ്ട്, രോഗിയായ ഭാര്യയുണ്ട്, മാരകമായ രോഗമുണ്ട്, മക്കളുണ്ട് എന്നെല്ലാം പറഞ്ഞ് കോടതിയുടെ ദയക്കായി കീഴുന്നു. വെട്ടി നുറുക്കപ്പെട്ടവരും അമ്മയും ഭാര്യയും മക്കളും എല്ലാം ഇല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും കോടതിയുടെ മുന്നിൽ ഉയരുമെന്ന് തീർച്ചയല്ലേ?
കുറ്റവാളികളെന്ന് തെളിഞ്ഞതായി കോടതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ശിക്ഷ സംബന്ധിച്ച് പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും വാദം കേട്ട കോടതിയിൽ ഒന്നാം പ്രതി MC അനൂപ് പറഞ്ഞു, ഭാര്യയും 2 മക്കളുമുണ്ട്, വീട്ടിൽ മറ്റാരുമില്ല, ശിക്ഷിക്കരുത്. പക്ഷേ കോടതി ശിക്ഷ ഇരട്ടിപ്പിച്ചു. ഇത്തരം പൈശാചിക പ്രവർത്തികൾക്ക് ഇപ്പോഴും പ്രചോദിപ്പിക്കപ്പെടുന്നവർ ഓർക്കുക, പിടിവിട്ടു പോയാൽ പിന്നെ കരുണ പോലും കിട്ടാതാവും. രണ്ടാം പ്രതി കിർമാണി മനോജിന്റെ കരുണ പ്രാർത്ഥനയിൽ വീട്ടിൽ 80 വയസ്സായ അമ്മ മാത്രമാണ് ഉള്ളത് എന്നായിരുന്നു വിലാപം. കൊടിസുനിയും ആ സങ്കടം കോടതിയെ ധരിപ്പിച്ചു. അമ്മ മാത്രമാണ് വീട്ടിൽ. ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു ഒരമ്മ. മകന്റെ മുഖം പോലും തിരിച്ചറിയാനാകാത്ത വിധം സഖാക്കൾ വെട്ടി വികൃതമാക്കിയത് കണ്ട് ചങ്കുപൊട്ടി മരിച്ച ഒരമ്മ. പാർട്ടി അടക്കം ആർക്കു വേണ്ടിയും ആയുധമെടുത്ത് അപരനെ ഇല്ലാതാക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഓർക്കണം, എന്റെ സഹോദരനാണ് ഇവരെങ്കിൽ എന്താകും എന്റെ കുടുംബത്തിന്റെ വേദന. രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചയച്ചവർക്ക് എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാലും രക്ഷപ്പെടുത്താനാവാത്ത വിധം കെണിയിൽ പെടാനും മതി. TK രാജേഷ് സങ്കടം പറഞ്ഞത് കസ്റ്റഡിയിൽ വെച്ച് പോലീസ് ചെവി അടിച്ചു പൊട്ടിച്ചു എന്നും നട്ടലിനും ക്ഷതമുണ്ടെന്നും രോഗിയായ അമ്മയെ സംരക്ഷിക്കേണ്ടവനാണ് എന്നുമാണ്. മുഹമ്മദ് ഷാഫിയുടെ വിലാപത്തിലും ഉണ്ടായിരുന്നു പ്രായമായ മാതാപിതാക്കളുടെ കാര്യമായിരുന്നു. ഭാര്യയും 2 വയസ്സുള്ള മകനുമുണ്ട്. ജയിൽവാസകാലത്ത് +2 പാസ്സായി. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. പുറത്തിറങ്ങി കുടുംബത്തോടൊപ്പം ജോലി ചെയ്ത് ജീവിക്കണം, കരുണ കാണിക്കണം. സജിത് പറഞ്ഞത് 12 വർഷമായി ജയിലിലാണെന്നും ഭാര്യയും 1.5 വയസ്സായ മകളും ഉണ്ടെന്നുമാണ്. ഷിനോജിനാകട്ടെ പക്ഷാഘാതം വന്ന അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. KC രാമചന്ദ്രൻ പറഞ്ഞത് താൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞവനാണെന്നും രാഷ്ട്രീയ പകയുടെ ഭാഗമായി പ്രതിയാക്കപ്പെട്ടവനാണെന്നും പോലീസ് മർദ്ദനത്തിൽ നട്ടലിന് ക്ഷതം ഉണ്ടെന്നുമാണ്. ഭാര്യയെ സംരക്ഷിക്കണം, വലിയ കടബാധ്യതയുണ്ട്. വൃദ്ധജനങ്ങൾക്കായി പാലിയേറ്റീവ് സെന്റർ നടത്തുന്നുണ്ട്. രാമചന്ദ്രൻ കരുണയ്ക്കായി പല കാരണങ്ങൾ നിരത്തി. KK കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് പ്രായത്തിന്റെ അവശതകളാണ്. 78 വയസ്സായി, ബൈപ്പാസ് നടത്തി, ശ്വാസം മുട്ടലുണ്ട്, നടക്കാൻ കഴിയില്ല, അദ്ദേഹം കെഞ്ചി. ട്രൗസർ മനോജ് പറഞ്ഞത് ഭാര്യയെയും 3 കുട്ടികളെയും കുറിച്ചാണ്. ബൈപ്പാസ് കഴിഞ്ഞു, വലതു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, ഇടതു കണ്ണിന്റെ കാഴ്ചയും പോകുന്നു. ജ്യോതിബാബു പറഞ്ഞത് വൃക്കരോഗിയാണെന്നും നടക്കാൻ കഴിയില്ലെന്നും ഭാര്യയുടെയും മകന്റെയും പേശികൾ ദുർബലമാണെന്നും മകൻ ചികിത്സയിലാണെന്നും 20 വയസ്സായ മകൾ മാത്രം കൊല്ലപ്പെട്ട അനുജന്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ട്, അവരും അനാഥരാകും എന്നുള്ള കഥകളാണ്. വായപ്പഴച്ചി ഫറൂഖും സമാന നൊമ്പരങ്ങളാണ് ഉണർത്തിച്ചത്. ഭാര്യയും 15, 13, 5 വയസ്സ് പ്രായമുള്ള 3 മക്കളുമുണ്ട്. സംരക്ഷിക്കാൻ ആരുമില്ല. ടാക്സി ഡ്രൈവറാണ്. കരളലിയിപ്പിക്കുന്ന സങ്കടങ്ങളാണ് ഓരോരുത്തരും ഉണർത്തിച്ചത്. അനാഥമാകുന്ന കുടുംബം, രോഗം, രോഗികളായ മാതാപിതാക്കൾ, ഭാര്യ, ആരുടെയും മനസ്സലിയുന്ന സത്യങ്ങൾ. ജയിലിൽ കിടക്കുമ്പോൾ ഹൃദയമുള്ളവരാണെങ്കിൽ ഈ ദുഃഖങ്ങൾ വല്ലാതെ വേട്ടയാടാം എന്നത് സത്യം. ഇതിനെല്ലാം പ്രേരിപ്പിച്ച നേതാക്കന്മാരോ ഭരണ സംവിധാനം ഉപയോഗിച്ചു പോലും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഭാര്യാപിതാവിനും എല്ലാം രാജകീയ സംവിധാനങ്ങൾ സജ്ജമാക്കി കൊണ്ടിരിക്കുന്നു. മരുമക്കളെ മന്ത്രിമാരാക്കുന്നു. കോടികൾ അടിച്ചുമാറ്റുന്നതിന്റെ കഥകളാണ് നാട്ടിലാകെ പടരുന്നത്. കോടതിയിലെത്തിയ കേസുകൾ പോലും 40 വട്ടം മാറ്റിവെക്കുന്നു. കുറെ പേർക്ക് ഇങ്ങനെ വിലസുവാൻ ജീവിതം ഹോമിക്കേണ്ടി വരുന്നവരെ കാണുന്നവർ ഓർക്കുക, താൻ ചത്ത മീൻ പിടിക്കേണ്ടതുണ്ടോ? ആരുടെ ആവേശം കൊണ്ടായാലും ഇത്തരം പൈശാചിക പ്രവൃത്തികൾക്ക് ഇറങ്ങി സ്വന്തം ജീവിതവും മക്കളെയും കുടുംബവും ഇല്ലാതാക്കണമോ? നേതാക്കന്മാർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലെ വിജയമാണ് വിഷയം. ഹൈക്കോടതി വിധി ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. കോഴിക്കോട് മത്സരിക്കുന്ന എളമരം കരീമും ഇടതുമുന്നണി കൺവീനറും തീർത്തു പറഞ്ഞു, ഞങ്ങൾ ജയിക്കും. ജയിക്കാനുള്ള കളികൾ ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിരിക്കണം. ഒന്നുണ്ട്, ഹൈക്കോടതി വിധി CPM നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉറച്ച ബോധ്യം പകരുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി കൊല നടത്തുന്നവരെ രക്ഷിക്കാൻ എന്തും ചെയ്യുമെന്ന വാക്ക് രാമൻ പിള്ളയെ പോലുള്ള വിലപിടിപ്പുള്ള അഭിഭാഷകരെ നിയമിക്കുന്നതിലടക്കം പാർട്ടി ചെയ്തിട്ടുണ്ട്. ഈ സത്യവും പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പൊതുജനവും മനസ്സിലാക്കുന്നു. ഈ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ആർക്ക് പറയാനാവും? CPMനെ മാത്രമല്ല അവരെ സഹായിക്കുന്നവരെയും വല്ലാതെ ബാധിക്കുന്നതാവും ഹൈക്കോടതി വിധി. മനസ്സിലാക്കി തരുന്ന സത്യങ്ങൾ. സത്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമ്പോഴും സത്യം വേറെന്തോ ആണെന്ന് സമർത്ഥിക്കുവാൻ ചിലർ നടത്തുന്ന നീക്കം ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ ഈ കലാപങ്ങളുടെ പിന്നണി പ്രവർത്തകർ. ഇന്ത്യയിലെ ശരാശരി വോട്ടറുടെ യുക്തിബോധത്തെ
വെല്ലുവിളിച്ചവരെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കിയ കഥയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റേത്. RMP എന്ന് ചുരുക്കപ്പേരുള്ള കേരളത്തിലെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു ഒഞ്ചിയം സ്വദേശി TP ചന്ദ്രശേഖരനെ പൈശാചികമായി കശാപ്പ് ചെയ്ത കേസിൽ മാറാട് കോടതി പ്രഖ്യാപിച്ച വിധിക്കെതിരെ പ്രതികളും പ്രോസിക്യൂഷനും ചന്ദ്രശേഖരന്റെ വിധവ KK രമയും ഹൈക്കോടതിയിൽ നൽകിയിരുന്ന അപ്പീലിലാണ് 2024 ഫെബ്രുവരി 26 കേരള ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചത്. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, കൗസർ എടപ്പകത്ത് എന്നിവർ ചേർന്ന ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വാദം 3 മണിക്കൂർ നീണ്ടു. പ്രോസിക്യൂഷനു വേണ്ടി P കുമാരൻകുട്ടിയും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ K സഫലും, രമയ്ക്കു വേണ്ടി S രാജീവും, പ്രതികൾക്ക് വേണ്ടി B രാമൻപിള്ള, P വിജയഭാനുവും ഹാജരായി. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അവസാനം വേണ്ടേ? വിധി തീർപ്പിൽ കോടതിയെ നയിച്ച പ്രധാന ചിന്തകളിൽ ഒന്ന് ഈ ചോദ്യമായിരുന്നിരിക്കണം. വിദഗ്ധരായ അഭിഭാഷകരുടെ വാദപ്രതിവാദങ്ങൾക്കൊപ്പം ഏറെ പഠനത്തിനു കൂടി ശേഷമാണ് കോടതി തീരുമാനത്തിലെത്തിയത്. പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, പ്രതികൾ ജയിലിൽ ചെയ്ത ജോലികൾ സംബന്ധിച്ച കണ്ണൂർ, തൃശൂർ, തവന്നൂർ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട്, പ്രതികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവ കോടതി പരിശോധിച്ചു. കീഴ്ക്കോടതി വിട്ടയച്ച 2 പ്രതികൾ 10ാം പ്രതി KK കൃഷ്ണനെയും 12ാം പ്രതി ജ്യോതിബാബുവിനെയും കുറ്റക്കാരെന്ന് കണ്ടതായും അവരോട് ജാമ്യം റദ്ദാക്കി പോലീസിൽ കീഴടങ്ങാനും ശിക്ഷ വിധിക്കുന്നതിന് 2 ദിവസം മുമ്പ് കോടതി നിർദ്ദേശിച്ചതോടെ കീഴ്ക്കോടതിയേക്കാൾ കഠിനമാവും ഹൈക്കോടതിയുടെ ശിക്ഷ എന്ന സൂചന പടർന്നിരുന്നു. ഫെബ്രുവരി 26 ശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ 6 പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി. 1 മുതൽ 5 വരെ പ്രതികളുടെയും 7ാം പ്രതിയുടെയും ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമാക്കിയത്. അവർ 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. 6ാം പ്രതി സിജിത്തിന് 1 ലക്ഷം രൂപ പിഴ ഈടാക്കണം. 8ാം പ്രതി KC രാമചന്ദ്രൻ, 11ാം പ്രതി മനോജൻ, 10ാം പ്രതി KK കൃഷ്ണൻ, 12ാം പ്രതി ജ്യോതിബാബു എന്നിവർക്ക് 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഈ പിഴയിൽ നിന്നും രമയ്ക്ക് 7.5 ലക്ഷവും മകന് 5.50 ലക്ഷവും നഷ്ടപരിഹാരമായി നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചു. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രാജേഷ്, KK മുഹമ്മദ് ഷാഫ്, K ഷിനോജ് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തം. 2034 മുമ്പ് ഇളവ് തേടി കോടതിയെ സമീപിക്കാനും ആവില്ല. S സജിത്, KC രാമചന്ദ്രൻ, മനോജൻ, വിചാരണ കോടതി വിട്ട KK കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2012 മെയ് 4 RMP നേതാവായിരുന്ന ചന്ദ്രശേഖരനെ പൈശാചികമായി കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തെ അറിയുക പോലും ഇല്ലാത്ത ഒരു വാടക കൊലയാളി സംഘം തലയിലും മുഖത്തുമായി 51 തവണ വെട്ടിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. CPM ഒഞ്ചിയം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ചന്ദ്രശേഖരൻ. ഭാര്യ KK രമ, മകൻ അഭിനന്ദ്. CPMന്റെ തീപ്പൊരി നേതാവായിരുന്നു TP. അടിയന്തരാവസ്ഥ കാലത്ത് മാടപ്പള്ളി ഹൈസ്കൂളിൽ SFIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി. SFIയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായി. DYFIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി. കടുത്ത VS പക്ഷപാതിയായിരുന്നു. 2008-9 പാർട്ടിയിൽ വളർന്നു വന്ന ആദ്യ സംഘർഷത്തിൽ VSന് ഒപ്പം നിന്നു. എറമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് കൊടുക്കരുതെന്ന് പാർട്ടിയിൽ ശഠിച്ചു. പക്ഷേ ആരും കേട്ടില്ല. കുപിതനായി അദ്ദേഹവും കൂട്ടുകാരും 2008 പാർട്ടി വിട്ടു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 2009 RMP ഒറ്റയ്ക്ക് ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം പിടിച്ചു. സമീപ പഞ്ചായത്തുകളിൽ ശക്തി തെളിയിച്ചു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും അദ്ദേഹം ലോക്സഭയിലേക്ക് റിബലായി മത്സരിച്ചു. TPക്ക് 22,000 വോട്ട് കിട്ടി. ഉറച്ച CPM വോട്ടുകൾ. BJPക്ക് കിട്ടിയത് 40,000 വോട്ട്. 1996 മുതൽ CPM ജയിച്ചിരുന്ന വടകര സീറ്റ് കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചുപിടിച്ചു. P സതീദേവിയേക്കാൾ 56,000 കൂടുതൽ. ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം TP പിടിച്ച വോട്ടുകളാണെന്ന് പാർട്ടി മനസ്സിലാക്കി. ചന്ദ്രശേഖരനെ ഇല്ലാതാക്കുമെന്ന് വ്യാപകമായ ഭീഷണികളായി. 2006 പോപ്പുലർ ഫ്രണ്ട് നേതാവായ മുഹമ്മദ് ഫാസലിനെ കൊന്ന 7 അംഗ വാടക കൊലയാളികൾക്ക് പാർട്ടി അതിനുള്ള സുപ്പാരി കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ കേസിൽ പ്രതിയായിരുന്ന കൊടിസുനി അടക്കമുള്ള 7 അംഗ സംഘമാണ് ഈ കേസിലും നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം പക്ഷേ ധീരമായി RMP പ്രവർത്തനങ്ങൾ നടത്തി. 2012 മെയ് 4
രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ടി.പിയെ വള്ളിക്കാട് വെച്ച് കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം തലയിലും മുഖത്തുമായി തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തി. 51 വെട്ടുകളാണ് ടി.പിക്ക് ഏൽക്കേണ്ടി വന്നത്. ആളെ തിരിച്ചറിയാത്ത വിധം കൊലയാളികൾ ചന്ദ്രശേഖരന്റെ മുഖം ബോധപൂർവം വികൃതമാക്കി. വെട്ടേറ്റ് കിടക്കുന്ന ശരീരത്തിനടുത്തേക്ക് ആരും വേഗം വരാതിരിക്കുവാൻ ബോംബെറിഞ്ഞ് ഭീകരത വിതച്ച ശേഷമാണ് കൊലയാളികൾ മടങ്ങിയത്. അവർ വന്ന വാഹനത്തിൽ മാഷാ അള്ളാ എന്ന് എഴുതി പതിപ്പിക്കുകയും ചെയ്തിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരിങ്ങമലയിൽ ഒളികേന്ദ്രത്തിൽ നിന്നും കൊടിസുനി പിടിയിലായി. പാർട്ടി ഗ്രാമങ്ങൾക്ക് നടുവിലുള്ള ഒളിത്താവളത്തിലായിരുന്നു സുനി. 2012 ജൂലൈ 10 എല്ലാ പ്രതികളും പിടിയിലായി. 50 CPM നേതാക്കൾ അറസ്റ്റിലായി. 37 പേരും പ്രതികളാക്കി പോലീസ് കേസ് ചാർജ് ചെയ്തു. മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. 2014 ജനുവരി 23 വിചാരണ കോടതി ശിക്ഷിച്ചു. 36 പ്രതികളിൽ 12 പേരെ ശിക്ഷിച്ചു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ അടക്കം 24 പേരും മോചിപ്പിച്ചു. അതിനെതിരെ ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീലിലാണ് ഇപ്പോൾ തീർപ്പായത്. കീഴ്ക്കോടതി വിട്ടയച്ചവരിൽപ്പെട്ടവരാണ് ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ട കെ കൃഷ്ണനും ജ്യോതിബാബുവും. വൃക്കരോഗിയായ ജ്യോതിബാബു ആംബുലൻസിലാണ് കോടതിയിൽ എത്തിയത്. രോഗം മൂലം നടക്കാൻ പോലും പറ്റില്ലെന്നും ഭാര്യയും വൃക്കരോഗിയാണെന്നും ജ്യോതിബാബു കോടതിയെ ധരിപ്പിച്ചു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഈ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വേണം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ജീവപര്യന്തം ശിക്ഷ അപര്യാപ്തമാണ്. നിയമപരമായി പരമാവധി ശിക്ഷ കൊടുക്കണം പ്രോസിക്യൂഷൻ വാദിച്ചു. വർഷങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസ്. ചന്ദ്രശേഖരന്റെ മുഖം പോലും വീട്ടുകാർ കാണരുതെന്ന് കരുതി വികൃതമാക്കി. മുൻവൈരാഗ്യം ഇല്ലാതെ കൊല നടത്തി. പ്രതികൾക്ക് മാനസിക പരിവർത്തന സാധ്യത ഇല്ല. ടി.കെ. രാജേഷിനെതിരെ കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാട്ടി, എല്ലാവരും ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ചന്ദ്രശേഖരന്റെ തലച്ചോർ പൂങ്കുല പോലെ ചിതറിക്കുമെന്ന് പ്രതികളിൽ ചിലർ പ്രസംഗിച്ചിട്ടുണ്ട്. തടവിലും അവർ കുറ്റങ്ങൾ ചെയ്തു. കോടതിയുടെ കരുണയ്ക്കായി തങ്ങൾക്ക് അമ്മയും മക്കളും ഉണ്ടെന്ന് പറയുന്നവർ ചന്ദ്രശേഖരനും അമ്മയും ഭാര്യയും മകനും ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു. പ്രോസിക്യൂഷൻ ചോദിച്ചു, പ്രതികൾ പുറത്തു വന്നാൽ ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി ആയുധമെടുക്കും. പ്രോസിക്യൂഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. പിണറായി സർക്കാർ പ്രതികൾക്ക് പരോൾ യഥേഷ്ടം നൽകി. പ്രതികളിൽ ചിലരുടെ കുടുംബത്തിന് പാർട്ടി മാസം 5000 രൂപ വീതം നൽകുന്നതായി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം നടക്കരുത്, അത്തരത്തിലുള്ള വിധി ഉണ്ടാകണം രമയുടെ അഭിഭാഷകൻ വാദിച്ചു. സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നതായി പോലീസ് റിപ്പോർട്ടിലുണ്ട്. തുടർ നടപടി ഉണ്ടായില്ല, അവർ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരമായി കാണാനാവില്ലെന്നും സാധാരണമെന്ന പോലെ കരുതാനും ആവില്ല. ടി.പി. വധം ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെയുള്ള വെല്ലുവിളിയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊല നടത്തി. കൊല്ലപ്പെട്ടവരുമായി നേരിട്ടും ബന്ധമില്ലാത്തവരാണ് പ്രതികളിൽ പലരും. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് വധശിക്ഷ നൽകിക്കൂടാ? ഒരവസരത്തിൽ കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിച്ചു. വിധി വന്നതിന് പിന്നാലെ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് ലീഗ് നേതാവ് KM ഷാജി ഉയർത്തിയ പുതിയ ആരോപണം സംശയം ഉയർത്തുന്നതാണ്. കുഞ്ഞനന്ദൻ മരിച്ചെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഭാര്യ കേസിൽ കക്ഷി ചേർന്നിരുന്നു. അതുകൊണ്ട് കുഞ്ഞനന്ദൻ ഒടുക്കേണ്ട പിഴ അവരിൽ നിന്നും ഈടാക്കുവാൻ കോടതി ആവശ്യപ്പെട്ടു. കുഞ്ഞനന്ദൻ പോലീസ് കസ്റ്റഡിയിൽ വിഷബാധയേറ്റ് മരിച്ചത് അന്വേഷിക്കണം എന്നാണ് ഷാജി ആരോപിച്ചത്. സംശയം തോന്നുന്നവരെ നിഗ്രഹിക്കുന്ന CPM തന്ത്രമാണ് കുഞ്ഞനന്ദനെതിരെ ഉണ്ടായത് എന്ന് ഷാജി ആരോപിച്ചു. സ്റ്റാലിനും മാവോയും കിമ്മും ജിംപിങ്ങും എല്ലാം കാണിക്കുന്ന വിപ്ലവ രീതി. ടി.പി. വധക്കേസിൽ ഉന്നത നേതാക്കളെ ബന്ധിക്കുന്ന കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ എന്നും അദ്ദേഹത്തിന്റെ അകാല മരണം സംശയം ഉയർത്തുന്നു എന്നുമാണ് ഷാജി പറയുന്നത്. കുപ്രസിദ്ധമായ ഫസൽ വധക്കേസിലെ 3 പേരെയും കൊന്നത് CPM ആണെന്നും ഷാജി ആരോപിച്ചു. CPM-കാരുടെ രീതി കാണുന്നവർക്ക് സംശയം തോന്നുന്ന ആരോപണങ്ങളാണ് ഇവ. രമയും ഈ ആരോപണം ഏറ്റെടുത്തു. കേസിലെ ഉന്നതരുടെ പങ്ക് ഇനിയും അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ്. രമയുടെ പോരാട്ടം സുപ്രീം കോടതി അംഗീകരിച്ച് വിധിയുണ്ടായാൽ ആ അന്വേഷണം CBIക്ക് വിട്ടാൽ നാട്ടുകാർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ടി.പി. വധക്കേസ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ബാധിക്കുമോ?
ഇല്ലെന്ന് ഇടതു നേതാക്കൾ ആണയിട്ട് പറയുമ്പോഴും യാഥാർത്ഥ്യം അതല്ല. ഇടതു കോട്ടയായ വടകര നിന്നും 2009-ലും 2014-ലും കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് MP ആയത്. വടകര പിന്നീട് ഒരിക്കലും ഇടതിന് കിട്ടിയിട്ടില്ല. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച KK രമ 20,000 വോട്ട് നേടി. 2019-ൽ ചിത്രം മാറി. RMP UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. 2019-ൽ K മുരളീധരൻ വടകര നിന്നു ജയിച്ചു. 2021-ൽ KK രമ വടകര അസംബ്ലി മണ്ഡലം ഇടതുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചു. ഇടതുപക്ഷം ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ തോറ്റു. 2024-ൽ KK ശൈലജയുമായി വരുമ്പോൾ CPM-ന് പ്രതീക്ഷയുണ്ട് എന്നത് സത്യമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ കശാപ്പ് ചെയ്യുന്ന CPM രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി ഒരിക്കൽ കൂടി വലിച്ചു കീറുന്നതായി കുപ്രസിദ്ധമായ TP വധക്കേസിലെ ഹൈക്കോടതി വിധി. അത് ജനങ്ങളുടെ വിധിയെ ബാധിക്കില്ലെന്ന് ഇടതു നേതാക്കൾ തീർത്തു പറയുന്നത് തന്നെ ആ ഭയത്തിൽ നിന്നുമാണ്. തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് വോട്ടർ തീരുമാനിക്കുന്നത് ഓരോ പാർട്ടിയുടെയും സമീപനങ്ങളും നിർദ്ദേശങ്ങളും നോക്കിയാണ്. മോദി സർക്കാരിനെ മടുത്ത ജനത്തിന് ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാതെ എനിക്ക് ഭരിക്കണം, അതുകൊണ്ട് വോട്ട് തരണം എന്ന് പറഞ്ഞു വരുന്നവർക്ക് എങ്ങനെ വോട്ട് ചെയ്യും? മോദിയുടെ ഏതെല്ലാം സമീപനങ്ങളും നീക്കങ്ങളും ഞങ്ങൾ നീക്കം ചെയ്യും എന്ന് പറഞ്ഞാലല്ലേ ജനത്തിന് ആരാണ് കേമം എന്ന് തെരഞ്ഞെടുക്കാനാവൂ. മണിപ്പൂർ കലാപത്തെ മോദിക്കെതിരായ ആയുധം മാത്രമാക്കി മാറ്റാൻ നോക്കാതെ മണിപ്പൂർ വിഷയത്തിൽ എന്ത് ചെയ്യും എന്ന് കൃത്യമായി പറയുമ്പോഴല്ലേ ബദലാവുക. അതുപോലെ മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്നും പറയണം. ഹിന്ദു തീവ്രവാദികളോ മുസ്ലിം തീവ്രവാദികളോ ക്രൈസ്തവരെയും അവരുടെ സ്ഥാപനങ്ങളെയും ആക്രമിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴല്ലേ ക്രൈസ്തവന് മറ്റൊരാൾ ബദലാകുമോ എന്ന് കരുതാനാവുക. ബിജു ജനതാദൾ ഭരിക്കുന്ന ഒറീസയിലാണ് ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ചുട്ടുകൊല്ലപ്പെട്ടത്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിച്ച കാലത്തല്ലേ ക്രൈസ്തവ സ്ഥാപനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾ ഏത് സർക്കാർ ഭരിച്ചാലും ഉണ്ടാകാം. ജനങ്ങളുടെ മനസ്സിൽ ഊറിക്കൂടുന്ന പകയാണ് കാരണം. എന്നാൽ മോദിയുടെ കാലത്തെ പോലെ ആക്രമികൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കില്ലെന്ന് തീർത്തു പറയാമോ? അക്രമികൾക്കെതിരെ കർശനമായി നടപടി ഉണ്ടാകും എന്ന് തീർത്തു പറയാമോ? മോദി സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ഓരോന്നും അക്കമിട്ട് ഉദ്ധരിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാൻ ധീരത കാണിക്കുമോ? UPA സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി P ചിദംബരം അടക്കമുള്ളവർ മറ്റു ചില നേട്ടങ്ങൾക്കായി കാണിച്ച ചില അലംഭാവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താമോ? മോദിയെ പോലെ ചിന്തിക്കുന്നവരുടെ സംഘമാണ് BJP മന്ത്രിസഭ. എന്നാൽ UPA ഭരണകാലത്തോ? കേരളത്തിലെ റബ്ബർ കർഷകരുടെ വിഷയവുമായി ചെന്ന നിവേദന സംഘത്തിന് സോണിയാഗാന്ധി കൊടുത്ത ഉറപ്പ് പോലും ചിദംബരം നടപ്പാക്കിയില്ല. ടയർ കമ്പനികൾക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് ചിദംബരം കൊടുത്ത അനുമതിയല്ലേ റബ്ബർ കർഷകന്റെ നടുവൊടിച്ചത്. റബ്ബറിന്റെ പേരിൽ ഇന്ന് കോൺഗ്രസുകാർ ഒഴുക്കുന്നത് മുതലക്കണ്ണീർ ആകുന്നത് അതുകൊണ്ടല്ലേ? ജനം മറക്കും. പക്ഷേ ഇത്തരം തലമുറകൾക്ക് ദോഷം ചെയ്യുന്ന ചെയ്തുകൾ എളുപ്പം മറക്കില്ല. ഓരോ വിഷയത്തിലും മോദിയുടെയും BJPയുടെയും സമീപനങ്ങൾക്ക് ബദലായി ഇന്ത്യ മുന്നണിക്കാർ എന്ത് പറയാനുണ്ട് എന്നതാണ് വിഷയം. അല്ലാതെ ബദലാവില്ല. ബദൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഭരണമാറ്റം നാടിന് നല്ലതാണ്. ഇന്നത്തെ ഭരണകക്ഷി തങ്ങൾ കാണിക്കുന്ന തോന്നിവാസത്തിന്റെ മുഖം പ്രതിപക്ഷത്തിരുന്ന് മനസ്സിലാക്കുവാൻ അത് അത്യാവശ്യമാണ്. ഇത്തരം ഒരു അറിവുണ്ടാകേണ്ടത് നാടിന് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഭരിക്കുന്നവൻ ലക്കും ലഗാനവും ഇല്ലാതെ തോന്നിയ വഴിക്ക് പോകും. അത് എതിരാളികൾക്ക് മാത്രമല്ല അവർക്ക് പോലും ദുരന്തമാവും ഉണ്ടാക്കുക. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാകും. കോൺഗ്രസ് 60 വർഷം കൊണ്ട് ഉണ്ടാക്കിയ അപജയം 10 വർഷം കൊണ്ട് BJP ഉണ്ടാക്കി. എല്ലാ സ്ഥാനമോഹികളും മുഖസ്തുതിക്കാരും അതിലേക്ക് ഓടിക്കയറുന്നത് തന്നെ ഈ അപജയത്തിന്റെ സൂചനയാണ്. ഇവരെല്ലാം ചെന്ന് കോൺഗ്രസിന് ഉണ്ടായ ദുരന്തം BJPക്കും ഉണ്ടാക്കി കൊടുക്കും. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അവതരിപ്പിക്കുന്നതാണ് ബദൽ എങ്കിൽ ജനം എന്ത് ചെയ്യും എന്ന് ഊഹിച്ചാൽ മതി. കേരളത്തിലും അതുതന്നെയാണ് വേണ്ടത്. പിണറായി കാണിക്കുന്ന ധൂർത്ത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷൻ പ്രതിമാസം 2500 രൂപയാക്കും എന്ന് പറഞ്ഞു വോട്ട് മേടിച്ച സർക്കാർ ഇപ്പോൾ 6 മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല. കേന്ദ്രം തന്നാൽ തരാമെന്നതാണ് ധനമന്ത്രിയുടെ ഏറ്റവും അടുത്ത പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ 170 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതും എന്ന് കൊടുക്കും എന്നറിയില്ല.
മാരക രോഗം കലശലായി എറിയുന്നവർക്ക് KM മാണി നടപ്പാക്കിയിരുന്ന പരിധിയില്ലാത്ത കാരുണ്യ പദ്ധതി നിർത്തലാക്കി. ആ തോമസ് മാണിക്കാർക്ക് കൂടി നല്ല വോട്ടുള്ള പത്തനംതിട്ടയിൽ എത്തുമ്പോൾ എന്താവും സ്ഥിതി? ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികത്തിൽ വിതരണം ചെയ്യാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭാരതത്തിൽ എവിടെ നടക്കുന്ന സ്ഫോടനത്തിന്റെയും പ്രതികളിൽ ഒരാളെങ്കിലും കേരളത്തിൽ നിന്നാവുകയാണ്. ചുരുക്കത്തിൽ തീവ്രവാദികളുടെ ഹബ്ബായി കേരളം മാറി. മുസ്ലിം തീവ്രവാദികളുടെ കേരളത്തിലുള്ള 5000 സ്ലീപ്പിംഗ് സെല്ലുകളെ കുറിച്ച് 3 DGPമാർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. പിണറായി ഉറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒന്നും വന്നിട്ടില്ല. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിച്ച JP കോശി കമ്മീഷൻ റിപ്പോർട്ട് പരണത്ത് വെച്ചിരിക്കുകയാണ്. ജീവനക്കാരുടെ ക്ഷാമബത്ത വർധനയുടെ 6 ഗഡുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ ഭരണവിലാസം സംഘടനകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുതൽ സമരം തുടങ്ങും. അവരെ എങ്ങനെ നേരിടും? പിണറായി സർക്കാർ ചെയ്തതെല്ലാം തെറ്റാണെന്ന് തൊഴിലാളി സംഘടനകൾക്കും SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും തോന്നാൻ ഭരണം ഒന്ന് മാറിയാൽ മതി. അവരെ എങ്ങനെ നേരിടാം? പിണറായിയെ കുറ്റം പറഞ്ഞാൽ പോരാ, എന്തു ചെയ്യും എന്ന് പറയണം. അപ്പോഴാണ് ബദലാകുന്നത്. ജീവനക്കാരുടെ കാര്യത്തിൽ ആന്റണി സർക്കാർ കാണിച്ച ധീരത കാണിക്കുമോ? കേരളത്തിലെ മിടുക്കന്മാരായ ലോവർ സെക്കൻഡറി, അപ്പർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 4 വർഷമായി സ്കോളർഷിപ്പ് തുക മുടങ്ങിക്കിടക്കുകയാണ്. 2018-19 ശേഷം ആ സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല. സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി പാസ്സാകുന്നവരാണ് ആ കുട്ടികൾ. 4ാം ക്ലാസ്സിലെ കുട്ടി സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സായാൽ 7ാം ക്ലാസ് വരെ 1000 രൂപ വെച്ചും 7ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ജയിച്ചാൽ 10ാം ക്ലാസ് വരെ 1500 രൂപ വെച്ചും കൊടുക്കേണ്ട തുകയാണ് ഇപ്പോഴും കൊടുക്കാത്തത്. മിഡിൽ സ്കൂളിലെ കുട്ടിക്ക് 7ാം ക്ലാസ് വരെ കിട്ടുന്ന 3000 രൂപയും ഹൈസ്കൂൾ കുട്ടിക്ക് കിട്ടുന്ന 4500 രൂപയും കൊടുക്കുന്നില്ല. എന്നിട്ടും മുഖ്യമന്ത്രി നാട്ടുകാരോട് പറയുന്നു സർക്കാർ വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന്. നിയമസഭയിലെ ഊട്ടുമുറിക്ക് 12 കോടി മുതൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ തൊഴുത്തിന് ലക്ഷങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് 3 കോടി രൂപ കൂടി അദ്ദേഹത്തിനായി മുടക്കാൻ മടിയില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ മിടുക്കന്മാരായ കുട്ടികളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. പിണറായിക്ക് പകരം ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞ് എത്തുന്നവര് പറയണം നിങ്ങൾ വന്നാൽ എന്താവും സ്ഥിതിയെന്ന്. രാഷ്ട്രീയക്കാരുടെ വാക്കുകളോ വാഗ്ദാനങ്ങളോ വിശ്വസിക്കാൻ വയ്യാത്ത കാലമായിരിക്കുന്നു എന്നതാണ് ജനങ്ങളുടെ തിരിച്ചറിവ്. കേരള ഗവർണർ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് അയച്ച ലോകായുക്ത നിയമത്തിന് അംഗീകാരം കൊടുക്കുവാൻ രാഷ്ട്രപതി തീരുമാനിച്ചു. ഇനിയെല്ലാം പെട്ടെന്നാവും. ബില്ലിന് ഗവർണർ അംഗീകാരം കൊടുക്കും, ബില്ല് നിയമമാകും. അതായത് കേരളത്തിലെ ലോകായുക്തയുടെ കണ്ടെത്തലുകളിൽ തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം ഇനി കേരള നിയമസഭയ്ക്കായിരിക്കും എന്ന്. അതായത് കേരള സർക്കാരിന് തന്നെയായിരിക്കും എന്ന്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന വിധിയിന്മേൽ മുഖ്യമന്ത്രിക്കും MLA മാർക്കെതിരെ ഉണ്ടാകുന്ന വിധിയിന്മേൽ സ്പീക്കർക്കും തീരുമാനം എടുക്കാനാവും. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ആളാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും നിയമസഭ ഇത്തരമൊരു തീരുമാനം എടുക്കുമോ? അതായത് പ്രതി തന്നെ ശിക്ഷ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അഴിമതിയുടെ പൂക്കാലം കേരളത്തിലും എത്തുന്നു. ലോകായുക്തയുടെ തീരുമാനം ഒരു കോടതി പരിശോധിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ ആ അധികാരം മന്ത്രിസഭ തന്നെ കൈയാളിയാലോ? കഷ്ടമാണ് കാര്യങ്ങൾ. ഭരണത്തിൽ കയറുന്നവർ തങ്ങളുടെ ആനുകൂല്യങ്ങൾ കൂട്ടിയും തങ്ങൾ നടത്തുന്ന അഴിമതികൾ കണ്ടുപിടിച്ചാലും തങ്ങളുടെ പദവിക്ക് ദോഷം വരാത്ത വിധം നിയമം ഭേദഗതി ചെയ്തും ഭരിക്കുന്നതാണോ ജനാധിപത്യം? പിണറായി സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പിണറായി മാറിയാലും ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ കേരളത്തിലെ നിയമം തന്നെയാണ്. അതുകൊണ്ട് ലോകായുക്തയുടെ പല്ലടിച്ചു കൊഴിച്ച ശേഷം ഇത്തരത്തിൽ ഒരു സംവിധാനം വേണമെന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ നികുതി പണം റിട്ടയർ ചെയ്ത 3 ജഡ്ജിമാർക്ക് വെറുതെ കൊടുക്കുന്നതിന് തുല്യമാവുകയാണ്. ലോകായുക്ത കുറ്റക്കാരനെന്ന് കാണുന്ന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് നിയമസഭ. ഓർക്കേണ്ട ഒന്നുണ്ട്, ഈ നിയമ ഭേദഗതിയുടെ മറവിൽ വേന്ദ്രന്മാർ ചെയ്യാൻ പോകുന്നത് അതിഭീകരമായ പ്രവൃത്തികളായിരിക്കും. 1980-ലെ നായനാർ മന്ത്രിസഭ കൊണ്ടുവന്ന ഒരു ചെറിയ നിയമ ഭേദഗതി ഉണ്ടായിരുന്നു. സർവകലാശാല സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥി പ്രതിനിധിക്ക് അടുത്ത പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതുവരെ തുടരാം. തോമസ് എബ്രഹാം അന്ന് അക്കാലത്തെ സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്നു. SFI-കാരനെ സഹായിക്കുവാൻ കൊണ്ടുവന്ന നിയമ ഭേദഗതിയായിരുന്നു അത്. തോമസ് എബ്രഹാം പോയി, അടുത്ത പ്രതിനിധി വന്നു. അതിനടുത്ത പ്രതിനിധിയായി വന്നത് അക്കാലത്തെ കേരള കോൺഗ്രസ് ജയിലിലെ വിദ്യാർത്ഥി നേതാവായ ബാബു വർഗീസ് ആയിരുന്നു. പിന്നീട് സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ
ബാബു സമ്മതിച്ചത് 3-4 വർഷം കഴിഞ്ഞായിരുന്നു. ഇക്കാലമാകെ ബാബു സിൻഡിക്കേറ്റ് അംഗമായി തുടർന്നു. അവസാനം 1987 വന്ന നായനാർ സർക്കാർ തന്നെ ആ ഭേദഗതി റദ്ദാക്കി എന്നാണ് ഓർമ്മ. ഇത്തരത്തിലുള്ള ഒരു റദ്ദാക്കൽ ലോകായുക്ത നിയമത്തിനും വേണ്ടി വന്നേക്കും. ഇപ്പോൾ അഴിമതിക്കെതിരെ വലിയ പ്രസംഗം നടത്തുന്നവർ തിരിച്ച് അധികാരത്തിൽ വന്നാൽ ഇതിലും വലിയ അഴിമതികളാവും നടത്തുക. ഓരോ നിയമത്തിലും ഉള്ള പഴുതുകൾ എല്ലാം അവർ ഉപയോഗിക്കുകയും ചെയ്യും. അന്ന് തലയിൽ കൈവച്ച് വിലപിക്കേണ്ടി വരിക ഇന്നത്തെ ഭരണകക്ഷിയായിരിക്കും. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.